അപ്പോൾ ദൈവസഭയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്, നിങ്ങൾക്ക് മൂത്ത സ്ത്രീകളെ നിങ്ങൾ ആരെ പോലെ കാണണം? അമ്മമാരെ പോലെ ബഹുമാനിക്കണം. സഹോദരന്മാരോട് പറയണം, നിങ്ങൾക്ക് ഇളയ കുഞ്ഞുങ്ങൾ ഇവിടെ സൺഡേ ക്ലാസ് പഠിക്കാനിരിപ്പുണ്ട്, അവരെ നിങ്ങളുടെ പെങ്ങന്മാരായി സഹോദരിമാരായി കരുതണം. അങ്ങനെ കരുതാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സഭയിൽ, ആ സഭയിലെ കുഞ്ഞുങ്ങളുടെ കൂടെ നമുക്ക് അവരെ എവിടെ വേണമെങ്കിലും പറഞ്ഞയക്കാം. ഒരു പിക്നിക്കിന് പോകുന്നു, ഓക്കെ, നമ്മുടെ സഹോദരന്മാർ കുഞ്ഞുങ്ങളെ നോക്കിക്കോളൂ എന്ന് ധൈര്യത്തോടെ നമുക്ക് പറയാം. പക്ഷെ ഇന്ന് അങ്ങനെ പറ്റുമെന്നൊന്നും എന്നോട് ചോദിക്കരുത്. ഇന്ന് അങ്ങനെ പറ്റത്തില്ല. കാരണം ഇങ്ങനെയുള്ള പഠനം സഭകളിൽ ഇല്ല. കാരണം പാസ്റ്റർ തന്നെ കുഴപ്പമില്ല, 4 ആഴ്ച നമ്മുടെ സഭയിൽ വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് കേട്ടിക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് കാലം മാറിപ്പോയി. ഉപദേശങ്ങളൊക്കെ മാറ്റിമറിച്ച് സഭയിൽ ആൾ കൂടാനും സ്വോത്രകാഴ്ച സഞ്ചി കിട്ടാനും വേണ്ടി ഉപദേശത്തിൽ കത്രി വയ്ക്കുന്ന പരിപാടികൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുക. എന്തോ ആയിക്കോട്ടെ, നാം അതിൽ പെട്ടുപോകാതിരിക്കുക എന്നുള്ളതാണല്ലോ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സഭയിൽ വരുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ സഹോദരിമാരാണ്. അവരെ ആ നിലയിൽ കെയർ ചെയ്യണം, അവരെ ആ നിലയിൽ സംരക്ഷിക്കണം. അവർക്ക് ആ ഒരു സുരക്ഷിതത്വം ദൈവസഭയിൽ ഉണ്ടാകണം. ഒരു കുഞ്ഞിനെ, പെൺകുഞ്ഞിനെ സഭയിൽ ഏൽപ്പിച്ചിട്ട് പോകാൻ ഒരമ്മയ്ക്ക് ധൈര്യം ഉണ്ടാകണം. ആ രീതിയിൽ സഭ അവരെ കരുതണം. കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. അപ്പോൾ ദൈവസഭ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവ കുഞ്ഞുങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. വീണ്ടെടുക്കപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾ പ്രത്യേകം തിരിച്ചറിയണം, നമുക്ക് കാമുകന്റെ റോള് ഇല്ല, കാമുകിയുടെ റോള് ഇല്ല. കാമുകിയായവളോ ജീവിച്ചിരിക്കൽ തന്നെ ചത്തവളാകുന്നു. എന്താ വാക്കിന്റെ അർത്ഥം? ജീവിച്ചിരിക്കൽ തന്നെ ചത്തവൾ എന്ന് പറഞ്ഞാൽ എന്താ? ചത്തവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? ചത്ത ആളെ ഇങ്ങനെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് പെട്ടിക്കകത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കിടത്തിയേക്കുക, ചത്ത് കിടക്കുക. അപ്പൻ അവിടെ ഇരുന്ന് കരയുന്നു, എന്നാലും എൻ്റെ പൊന്നുമോനേന്ന്. അമ്മ അപ്പുറത്തിരുന്ന് കരയുന്നു, പൊന്നു മക്കളേന്ന്. സഭയിലുള്ളവരെല്ലാവരും അവിടെ നിന്ന് കരയുന്നു, മക്കളേന്ന്. നാട്ടുകാരെല്ലാം നിന്നിട്ട് പറയുന്നാലും നല്ലൊരു പയ്യനായിരുന്നു, എല്ലാം കമൻട്രി പറയുക. പക്ഷെ ഇങ്ങേരിത് അറിയുന്നുണ്ടോ? ഇവൻ ചത്ത് കിടക്കുക. അവൻ അപ്പൻ്റെ കണ്ണീരും കാണുന്നില്ല, അമ്മയുടെ കണ്ണുനീരും കാണുന്നില്ല, സഭയുടെ കണ്ണുനീരും കാണുന്നില്ല, നാട്ടുകാരുടെ കണ്ണുനീരും കാണുന്നില്ല. ഇതുപോലെ തന്നെയാണ് ആര്? കാമുകി. അപ്പനും അമ്മയും കിടന്ന് കരയുന്നു, മക്കളെ ഇത് വേണ്ടടാ, നമ്മൾ ദൈവമക്കളാടാ, ഇത് വേണം. നമുക്ക് അതൊന്നും കാണണ്ട, ചത്ത് കിടക്കുക. സഭ മുഴുവൻ ഇരുന്ന് ഉപവസിക്കുന്ന കരയുന്നു. ഈ നമ്മുടെ സഭയ്ക്കും കൂടെ നാണക്കേടാവുമല്ലോ, ദൈവമേ ഈ പെണ്ണിങ്ങനെ കാണിച്ചല്ല, ഈ ചെറുക്കൻ ഇങ്ങനെ കാണിച്ചല്ല, അതുകൊണ്ട് സഭ മുഴുവൻ കരയുന്നു, അത് കാണണ്ട, ചത്ത് കിടക്കുക. അപ്പം ആരുടെയും കണ്ണുനീര് കാണണ്ട, ചത്ത് കിടക്കുക. അതായി ചത്തവൾ എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദൈവസഭയിലെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ റോളൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള റോൾ ആരെങ്കിലും ഏറ്റുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ നമ്പർ ബ്ലോക്ക് ചെയ്ത് ടാറ്റ പറഞ്ഞ് ബൈ പറഞ്ഞ് മാനസാന്തരപ്പെട്ട് ഇനി മെസ്സേജ് ഒന്നും അയക്കരുതെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ആ സിം കാർഡൊക്കെ എടുത്ത് കുത്തിയൊടിച്ച് ദൂരെ കളയുക. സ്തോത്രം. നിങ്ങളെ ഇരിപ്പ് കണ്ടിട്ട് സ്തോത്രം.